ചെമ്മീൻ റോസ്റ്റും ഞണ്ട് റോസ്റ്റും കക്ക ഫ്രൈ ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഒരു സീ ഫുഡ് ഊണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി തരുന്നത്. നെയ്തൽ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ എല്ലാ ആയിട്ടുള്ള നമ്മുടെ സുമംഗല ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടാക്കി തരും അല്ലേ ചേച്ചി? കുറേ ഐറ്റംസ് ഉണ്ടാക്കി തരും. അപ്പം നമുക്ക് നേരെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ? അപ്പം നമുക്ക് നേരെ ഉണ്ടാക്കാം. ഞണ്ട് റെഡിയായി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ചട്ടി വെച്ചു. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കും. നമ്മൾ ഞണ്ട് റോസ്റ്റ് അല്ലേ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇടും. അപ്പോൾ പച്ചമുളക് ഇടുന്നല്ലേ? നമ്മളിത് നീളത്തിൽ അരിഞ്ഞിട്ടിരിക്കുന്ന പച്ചമുളകാണല്ലേ? ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി. ഇതൊന്ന് വാടിക്കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കും. അപ്പോൾ ഇത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി ഇട്ടു. വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇനി നമ്മൾ മല്ലിപ്പൊടി പ്രത്യേകിച്ച് കണക്കുകൾ പറയാൻ പറ്റത്തില്ല. നമ്മൾ വീട്ടിൽ എന്തോരം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് അല്ലേ ആവശ്യത്തിന് ഇടും. അളവനുസരിച്ച് കൂടുതലും കുറവും ചെയ്യണം. അതെ, നമ്മൾ എന്തോരം എടുക്കുന്നോ ആ അളവിന് എരിവ് കൂടുതൽ വേണ്ടവർ എരിവ് ഇടുക അല്ലേ, കുറവ് വേണ്ടവർ കുറച്ച് ഇടുക. അപ്പം ഇനി മഞ്ഞൾപ്പൊടി. റെഡിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടിനെ അപ്പോൾ ഗ്രേവിക്കകത്തോട്ട് ഇടാൻ പോകുന്നു. ഇവനൊന്ന് റെഡിയായി വരാൻ എത്ര നേരം എടുക്കും ചേച്ചി? ഒരു അരമണിക്കൂർ. ഉപ്പിടാൻ പോകുന്നു. ഞണ്ടിട്ടു, തൊട്ട് പുറകെ വെള്ളം ഒഴിച്ചു. വെള്ളം ഇച്ചിരി നന്നായിട്ട് ഒഴിച്ചു അല്ലേ? അരമണിക്കൂർ കിടക്കേണ്ടതല്ലേ? കിടന്ന് വേണ്ടതാണ്. ഞണ്ടിനകത്ത് നമ്മൾ പുളി ഇടും, കുടപ്പുളി ഇടും, തക്കാളി ഇടും, കുടപ്പുളി ഇടും. അപ്പോൾ നമ്മൾ ഇനി വെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ കുടംപുളി ഇടാൻ പോകണം അല്ലേ ചേച്ചി? അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ഇട്ടു അല്ലേ? ഇത് വച്ച് വരുമ്പോൾ കരിവൊക്കെ ഞണ്ടുമ്മ പിടിക്കും. രണ്ടുകട റെഡിയായി. ആഹാ, ഇത് ഉരുളിയുടെ ചൂടാറുമ്പോഴേക്കും ഗ്രേവിയൊക്കെ ശരിയാകും. ചൂടൊന്ന് മാറി വരുമ്പോൾ നമ്മുടെ ഗ്രേവിയും റെഡിയാകും. അപ്പോൾ അങ്ങനെ നല്ല പെടപെടയ്ക്കുന്ന ഞണ്ട് റോസ്റ്റ് റെഡിയായിരിക്കുകയാണല്ലേ? അപ്പോൾ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ചേച്ചി. അപ്പോൾ ഇത് ചൂടാറിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോഴല്ലേ ആ ഗ്രേവി എല്ലാം പിടിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ആഹാ, നല്ല സൂപ്പർ ഞണ്ട് റോസ്റ്റ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞണ്ട് റോസ്റ്റ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ പിടിച്ചെടുത്തുള്ള തയ്യാറാക്കുന്നതിന് മുമ്പുള്ള ഒരു പെടാപ്പാടേ ഉള്ളൂ കേട്ടോ. തയ്യാറാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി സാധനമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാ.